കൊറിയൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കിതാ മലയാളത്തിൽ നിന്നൊരു കിഡിലൻ ആക്ഷൻ വെഞ്ചൻസ് സിനിമ. ചോര കൊണ്ടുള്ള ആറാട്ടാണ് ഈ സിനിമ. ഏതാണെന്നറിയണ്ടേ? ശ്രീ ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ. അനീഫ് അദേനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. മമ്മൂട്ടിയുടെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടല്ലോ, അനീഫ് അദേനി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ. അതിൻ്റെ സംവിധായകനാണ് അനീഫ് അദേനി, ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസർ. ഇവരുടെ ഒരു 3 പേരടങ്ങിയ ഒരു കോമ്പയിൽ ഇത്രയും കിഡിലനായിട്ടുള്ള ഒരു പടം അവർ പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വെറുതെ ആവില്ല. എനിക്ക് ഈ പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ബേസിക്കലി എനിക്ക് കൊറിയൻ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ഷൻസ് മൂവീസാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അങ്ങനെയുള്ള പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്കുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ. മാർക്കോ സിനിമ തുടങ്ങി ഒടുക്കം വരെ ഒരു രക്ഷയില്ലാത്ത അന്യായ ഫൈറ്റ്. അതും ചുമ്മാ ഒരു ഫൈറ്റ് അല്ല, ഒരു അടിപൊളി കഥയുണ്ട്. ആ കഥയുടെ ത്രെഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്ലൈമാക്സ് വരെ ഓരോ പ്രേക്ഷകനെയും പിടിച്ചിരുത്തുന്ന രീതിയിൽ കിഡിലൻ മേക്കിംഗ്, അടിപൊളി BGM, നല്ല ആക്ടേഴ്സ്. സിദ്ദിഖൊക്കെ ചെയ്ത റോളുണ്ടല്ലോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ഷമ്മി തിലകൻ്റെ മകൻ, തിലകൻ്റെ കൊച്ചുമകനാണ്. പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് മൂവി ആണെങ്കിൽ പോലും അതൊരു ഫസ്റ്റ് മൂവിയാണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ പുള്ളി അന്യായ ആക്ടിങ് ആയിരുന്നു.